ഇത്രയും സുന്ദരിയായി തന്നെ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലടോ. കോളേജിൽ പഠിക്കുമ്പോൾ ചിലരൊക്കെ. എന്നിട്ട് അവരോടൊന്നും തനിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല? ഇല്ല, ഞാനീ 3 ഏട്ടന്മാരുടെ കാര്യവും പറഞ്ഞ് എല്ലാവരും പേടിപ്പിച്ചു വിടുമായിരുന്നു. സത്യം പറഞ്ഞ ഇതുപോലൊരിഷ്ടം ആരോടും തോന്നിയിട്ടില്ല. ഓ, എന്റെ ഭാഗ്യം. ധനുഷിന് വേറെ അഫയർ ഒന്നും ഇല്ലായിരുന്നോ? എവിടുന്ന്? അതിനൊക്കെ എവിടെയാ സമയം? പഠിക്കുന്ന കാലത്ത് ചെറിയ ചെറിയ ക്രഷൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെ പറയാൻ തോന്നും? ഒരാളിവിടെ ആർക്കും മനസ്സ് കൊടുക്കാതെ കൊണ്ട് നടക്കുമല്ലായിരുന്നോ? അവസാനം ചേരേണ്ടത് തന്നെ ചേർന്നു. അതെ, അതുകൊണ്ടാവും എനിക്കും ആരോടും പ്രണയമൊന്നും തോന്നാതിരുന്നതും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാത്തതും. ഇനിയങ്ങോട്ട് എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കിടയിലേക്ക് ആരും വരണ്ട. ഞാനും ധനുഷും മാത്രം. സ്നേഹമോളെ. അയ്യോ അച്ഛൻ. എന്നാലും ആ കട തന്നെ അവിടെ കാണാനില്ലെന്ന് പറഞ്ഞ ഇതിനിടയ്ക്ക് അതെങ്ങോട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ടുപോയി? അത് കടയൊന്നും ആയിരുന്നില്ല സച്ചേട്ടാ. ഈ വീട്ടിൽ നടക്കുന്ന വലിയൊരു നാടകത്തിന്റെ ബാക്കി പത്രം മാത്രമായിരുന്നു ആ കടയും കടക്കാരും എല്ലാം. നമ്മള് വീണ്ടും അവിടെ അന്വേഷിച്ച് ചെല്ലുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോകുകയുള്ളൂ. നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത പലതും ധനുഷ് ചെയ്തു കഴിഞ്ഞു. ഒരിടത്തും ഒരു പാളിച്ചും പറ്റാതെയാണ് അയാൾ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. പലതും നമ്മൾ അറിയുന്നത് വളരെ വൈകിയാ. നമുക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ കുട്ടിയെ അവനിൽ നിന്ന് രക്ഷിക്കണം. അവൻ എങ്ങനെയുള്ള ആളായാലും നമുക്കെന്താ? സ്നേഹയുടെ കാര്യം ഓർക്കും തോറും നെഞ്ചിലൊരു ആന്തല. ദിവസങ്ങൾ നമുക്ക് കുറച്ചേ ഉള്ളൂ. അവളോട് എന്തു പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നുമില്ല. നമ്മളോടൊക്കെ ദേഷ്യവും. നന്ദേണ്ണു അങ്ങനെ തന്നെയാ. ഇനി എന്ത് ചെയ്താലാണാവോ എല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? താൻ ടെൻഷൻ ആവണ്ട. നോക്കിക്കോ, വിവാഹത്തിന് മുമ്പ് സ്നേഹിക്ക് തന്നെ കാര്യങ്ങളെല്ലാം ബോധ്യമായിക്കോളും. എന്തൊക്കെ പറഞ്ഞാലും അവളെ നമുക്കറിയാലോ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവളായിട്ട് തന്നെ അവനെ വേണ്ടാന്ന് വെച്ചോളും. അവളെല്ലാം അറിയുന്നത് നേരത്തെ ആവാനല്ലേ സച്ചേട്ടാ നമ്മളീ കഷ്ടപ്പെടുന്നതൊക്കെ? വിവാഹശേഷമാണ് ഒക്കെ അവൾക്ക് മനസ്സിലാവുന്നെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? അതുമാത്രമല്ല, ഇതെങ്ങനെയെങ്കിലും മുടങ്ങുന്നൊരു സാഹചര്യം വന്നാ അവന്റെ വാക്കും കേട്ട് അവൾ അവനോടൊപ്പം ഒളിച്ചോടി പോവുകയല്ലേ ചെയ്ത, പിന്നെ എന്നേക്കുമായിട്ട് സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അതൊക്കെ തന്റെ തോന്നലാ. സ്നേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും വിവരം വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണല്ലേ അവള്. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് കരുതി ഒളിച്ചോടി പോവാനുള്ള മണ്ടത്തരമൊന്നും അവള് കാണിക്കില്ല. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ അത്യാവശ്യം പക്വതയുള്ള കുട്ടിയായിരുന്നു അവള്. പിന്നെ ഇപ്പോ അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ അവള് വീണു പോയിട്ടുണ്ടെങ്കിലും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവക്കുണ്ട്. താനെന്താ ആലോചിക്കുന്നേ? സച്ചേട്ടൻ ഇപ്പോ സ്കൂളിന്റെയും കോളേജിന്റെയും കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ധനുഷിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് ധനുഷ് പഠിച്ച സ്കൂളിന്റെയും കോളേജിന്റെയും ഒക്കെ പേര് പറഞ്ഞായിരുന്നു. അവിടെ ചെന്ന് രജിസ്ട്രേഷൻ ബുക്കിൽ നോക്കിയാ ധനുഷിന്റെ എല്ലാ വിവരവും കിട്ടില്ലേ? അച്ഛന്റെയും അമ്മയുടെയും പേരും ശരിയായ അഡ്രസ്സും എല്ലാം. ഒറിജിനൽ അച്ഛനമ്മയും ഇത് തന്നെയാണോന്ന് അറിയാൻ ചെയ്യാലോ. അതൊരു സാധ്യതയാണ്. പക്ഷേ അവര് പറഞ്ഞത് ഫേക്ക് ആണെങ്കിലോ? ഇല്ലാത്ത സ്കൂളിന്റെയും കോളേജിന്റെയും ഡീറ്റെയിൽസ് ആണ് അവര് പറഞ്ഞതെങ്കിൽ
പിന്നെ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക്. ഇനിയുള്ള ഒരു ചെറിയ സാധ്യത പോലും നമ്മൾ തള്ളിക്കളയണ്ട. പക്ഷേ സച്ചേട്ടാ, ഇങ്ങനൊരു ആവശ്യം വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാനൊന്നും ഓർത്തു വച്ചില്ല. അത് സാരമില്ല, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കെ. ചേട്ടാ, ഞങ്ങൾക്ക് ഹെഡ് മാസ്റ്ററെ ഒന്ന് കാണണമായിരുന്നു. നിക്ക്, ഞാൻ ചോദിക്കട്ടെ. ആ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ, താങ്ക്സ് ചേട്ടാ. വാ. ഇരിക്കൂ. എന്താ കാര്യം? ആ സാർ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 2005, 2006 കാലഘട്ടത്തിൽ ഇവിടെ SSLC ബാച്ചിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. ഏത് സ്റ്റുഡൻറ്റ്? പേര് ധനുഷ് എന്നാ. ധനുഷ്. ഈ സ്റ്റുഡൻറ്റുമായി നിങ്ങൾക്കെന്താ ബന്ധം? ബന്ധം, ഞാൻ ധനുഷിൻ്റെ ബ്രദറാണ് സാർ. ഇപ്പോൾ ഒരു കാര്യത്തിന് അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുടെ ഒരു ആവശ്യം വന്നു. അതാ ഞങ്ങൾ വന്നത്. മിസ്റ്റർ സച്ചിദാനന്ദൻ. ഓക്കെ. മിസ്റ്റർ സച്ചിദാനന്ദൻ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് കരുതി ഡീറ്റെയിൽസ് എടുത്ത് തരാനൊന്നും ഞങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. ധനുഷ് എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നുവെങ്കിൽ അയാൾക്ക് സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വന്ന് റിക്വസ്റ്റ് തരണം. റിക്വസ്റ്റ് തന്ന് 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയരുത് സർ. കാരണം ധനുഷ് നിന്റെ അനിയൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവൻ്റെ ചില സർട്ടിഫിക്കറ്റ്സ്
ഇപ്പോൾ ആവശ്യമായി വന്നതുകൊണ്ടാ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. ഓ, അതെ സർ, സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇന്നത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ പാടാവും. നിങ്ങളൊരു കാര്യം ചെയ്യും. ധനുഷ് എന്ന ബ്രദറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി വെച്ച് ഒരു റിക്വസ്റ്റ് ലെറ്റർ തന്നാൽ മതി. അയ്യോ സാർ, അതൊക്കെ അങ്ങ് നാട്ടിലാ. ഇനിയിപ്പോ അവിടെ പോയി എടുത്തോണ്ട് വരാനൊക്കെ പറഞ്ഞ സാറിന് കോപ്പി തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഞങ്ങളൊരു ഫോട്ടോ എടുത്തോളാം. പറ്റില്ലെന്ന് മാത്രം പറയല്ലേ സാർ? അങ്ങനെ തരാൻ ഞങ്ങൾക്ക് റൂളില്ലാത്തതാണ്. പിന്നെ നിങ്ങൾ ഇതിനായി ഇത്രയും ദൂരം വന്നതുകൊണ്ട് വീണ്ടും ഞാൻ നോ പറയുന്നില്ല. ആ സുരേഷേ, 2005-2006 പാസ് ഔട്ടായ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തന്നെ. ഓ ശരി സാർ. അതെ, ബ്രദർ എങ്ങനെയാ മരിച്ചത്? ആക്സിഡന്റോ വല്ലതും? അതെ സാർ, കാർ ആക്സിഡന്റ് ആയിരുന്നു. ഓ, എന്തായി? പ്രിൻസിപ്പൾ അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാ പുള്ളി സമ്മതിച്ചത്. നിങ്ങൾ പറഞ്ഞ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ ഉപകാരം. താങ്ക് യു. ഇത് സന്ദീപ്, എൻ്റെ സഹോദരിയുടെ ഭർത്താവാ. സന്ദീപേ, ഇത് മധു. മധു ഇവിടുത്തെ പ്യൂണാ. ഓ, എൻ്റെ ഒരു പരിചയക്കാരനുമാ. നിങ്ങളകത്തേക്ക് വാ. വരൂ. വരൂ. ഫാദർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, അനൂപ്. ഇവിടെ പഠിച്ചവരുടെയും പഠിക്കുന്നവരുടെയും യാതൊരു ഡീറ്റെയിൽസും ഞങ്ങൾ പുറത്തുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതല്ല. പിന്നെ മധു അത്രയ്ക്ക് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിതിനെ സമ്മതിക്കുന്നത്. ദാ നോക്കിക്കോളൂ. ഓക്കെ, ഇതനൂപേ. താങ്ക് യു ഫാദർ. വെൽക്കം. ആ 2005-2006 ബാച്ചിൽ ഒരു ധനുഷ് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയല്ലേ സച്ചിദാനന്ദന്റെ അനിയനൊന്ന് ചെക്ക് ചെയ്തേ.
മാഷേ, ആ ഒന്നും കഴിക്കുന്നില്ലേ? പിന്നെ ചെറിയ രീതിയിൽ വിശക്കുന്നുണ്ട്. ആ എന്നാ വന്നാട്ടെ, ആ ചെറിയ രീതിയിലുള്ള വിശപ്പ് അങ്ങ് മാറ്റാം. ഓ വാ ഇരിക്ക്. ബാക്കി എല്ലാവരും കഴിച്ചോ? അച്ഛനും അവന്തി ഏട്ടത്തിയൊക്കെ കഴിച്ചു. സച്ചേട്ടനും ഏട്ടത്തിയൊക്കെ പുറത്തു പോയിരിക്കുക. ഏതോ സ്കൂളിലോ കോളേജിലൊക്കെ പോകുന്നു ഫോണിൽ കൂടെ പറയുന്ന കേട്ടു. സ്കൂളിലും കോളേജിലോ? അവരുടെയൊക്കെ കാര്യം ആർക്കറിയാം. ഇതെന്താ കഴിക്കുന്നില്ലേ? ആ കഴിക്കാം. ഇപ്പോഴാണ് ഓർത്തത്, എനിക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഇവൻ ഫേക്ക് ആണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാ വേണ്ടത്? മറ്റൊരാളുടെ പേരിലും അഡ്രസ്സിലും ജീവിച്ച് എല്ലാവരെയും പറ്റിക്കില്ല അവൻ. അതെ, ധനുഷ് എന്ന് പറയുന്നത് വേറൊരാളാ. അവനുമായി യാതൊരു ബന്ധമില്ലാത്തൊരാള്. നേരെ വീട്ടിൽ ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ച് അവനെ കൊണ്ട് തന്നെ സത്യം പറയിക്കണം. അവൻ സത്യം പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ദേഹം നോവുമ്പോ സത്യങ്ങളെല്ലാം അവൻ പറഞ്ഞോളൂ. അങ്ങനെ ഉറപ്പ് പറയാനൊന്നും ആവില്ല. അതിന് പ്രൂഫ് നമ്മുടെ കയ്യിൽ ഇരിക്കുമല്ലേ അച്ചു? ഈ വിവാഹത്തിന് നമുക്ക് സമ്മതമല്ലെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ തെളിവും കൊണ്ടുപോയി കാണിച്ചാ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെന്ന് അവൻ വരുത്തി തീർക്കും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുത്തിന് അത് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. അപ്പോ ഇതും വെച്ച് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണോ താൻ പറഞ്ഞു വരുന്നേ? അങ്ങനെയല്ല, നമ്മളിത് കണ്ടുപിടിച്ചുവെന്ന് ധനുഷോ മറ്റാരെങ്കിലോ, അതായത് അവന്തിയെടുത്തിയോ സ്നേഹയോ അറിയരുത്. അവരറിഞ്ഞ അന്ന് ആ ചായക്കടയും കടക്കാരനെയും കാണാതായതുപോലെ ഇതുമായിത്തീരും. പിന്നെ എന്തു വേണമെന്നാ നീ പറയുന്നത്? അവൻ ആ വീട്ടിലേക്ക് വരാനും ഇങ്ങനൊരു വിവാഹം ഇതുവരെ കൊണ്ടെത്തിക്കാനും മുൻകൈ എടുത്ത ഒരാളുണ്ടല്ലോ അവിടെ. ആര്? നന്ദേട്ടനോ? അതെ. നന്ദേട്ടനെ സത്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. തെളിവുകൾ നിരത്തി നമ്മൾ പറഞ്ഞതൊക്കെ സത്യങ്ങളായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോഴും നീ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, നന്ദൻ വിശ്വസിക്കുമോ? അഥവാ നന്ദൻ വിശ്വസിച്ചാൽ തന്നെ നന്ദൻ ഈ കാര്യം ധനുഷിനോട് ചോദിച്ചാൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്താണെന്ന് അവൻ പറയില്ലേ? പറയും. അതുകൊണ്ട് ഈ കാര്യം ഇപ്പം നന്ദേനോട് മാത്രം പറയാം. പറയുക മാത്രമല്ല, നമ്മൾ ഇന്ന് പോയടത്തൊക്കെ നാളെ നന്ദേണ്ണയും കൊണ്ടുപോയി നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണം. സ്വയം കണ്ടു ബോധ്യപ്പെട്ട പിന്നെ പറഞ്ഞും കാലുപിടിച്ചും സത്യം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈശ്വരനായിട്ട് നമുക്ക് തന്നൊരു കച്ചിത്തുരുമ്പ ഇത്. ഈ ചാൻസ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. നമ്മൾ കരുതുന്ന പോലെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നെല്ലിശ്ശേരിയിൽ നിന്നും നന്ദേട്ടൻ തന്നെ അവനെ തൂക്കിയെടുത്ത് പുറത്തെറിയും.
അതെനിക്ക് ഉറപ്പാ.